നവകേരള വികസന കാഴ്ചപ്പാടിന്റെ തുടർ പ്രഖ്യാപനങ്ങൾ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് CPM ബീറ്റ് കൈകാര്യം ചെയ്യുന്ന മാപ്രകളൊക്കെ പറയുന്നത്. ഇപ്പോൾ വാസ്തവത്തിൽ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടതു മുന്നണിയുടെ നടത്തിപ്പിൽ നവശൈലികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക എന്നുള്ളതാണ്. അവർക്കിപ്പോൾ കമ്മിറ്റി വേണ്ട, LDF വേണ്ട കേട്ടോ. ഇപ്പൊ LDF നടത്തിക്കൊണ്ടുപോകുന്നതിന് കൺവീനർ TP രാമകൃഷ്ണനും ഒരു സ്റ്റെനോഗ്രാഫറും മതി. പിണറായി വിജയൻ ഫോണിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ തീരുമാനങ്ങളാക്കി മാറ്റിയിട്ട് ഒരു സർക്കുലർ തയ്യാറാക്കി അതിൻ്റെ അടിയിൽ ഒരു ഇഷ്കു വരച്ച് ഘടകകക്ഷികൾക്ക് അയച്ചാൽ മതി. അതാണിപ്പോൾ വാസ്തവത്തിൽ LDF-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനി 1.5 കൊല്ലമാണ് ബാക്കിയുള്ളത്. അപ്പോഴേക്കും CPM കടുംവിട്ട് ആരംഭിച്ചിരിക്കുക. മറ്റ് ഘടകകക്ഷികളുടെ എതിർപ്പുകളെ അല്ലെങ്കിൽ വിമർശനങ്ങളെ വകവെക്കാതെ അവരുടേതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. എത്രത്തോളം ജനങ്ങളെ വെറുപ്പിക്കാം എന്ന വ്രതമാണ് ഇപ്പോൾ CPM എടുത്തിരിക്കുന്നത് എന്ന് തോന്നും അവരുടെ ഓരോ പ്രവൃത്തികൾ കണ്ടാൽ. ഈ നവകേരള പ്രവർത്തന ശൈലി CPM-ൽ മാത്രമല്ല, CPM പ്രവർത്തകർക്കിടയിൽ മാത്രമല്ല, SFI പോലെയുള്ള പോഷക സംഘടനകളിലും ഒരു സാംക്രമിക രോഗം പോലെ പടർന്നിരിക്കുകയാണ്. SFIയെ കൊണ്ട് CPM-ന് പോലും നിൽക്കക്കള്ളിയില്ലാത്ത ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ആ പുതിയ ഭാരവാഹികൾ, പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ വന്നു. നമ്മളൊക്കെ വിചാരിച്ചത് പുതിയ നേതൃത്വം വരുമ്പോൾ സംഘടനയുടെ പ്രവർത്തന രീതികളിലും ശൈലികളിലും മാറ്റം ഉണ്ടാകുമെന്നാണ്. പക്ഷെ അതിന്റെ സാധ്യതകളല്ല ഇപ്പോൾ കാണുന്നത്. 2016 ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ TP ശ്രീനിവാസിനെ തല്ലിയത് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോ അതിനെ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് സംസാരിച്ചു. കേട്ടാരറിക്കുന്ന തെറി പറഞ്ഞതിനാണ് ശ്രീനിവാസിനെ തല്ലിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ന്യായീകരണം. തന്തയ്ക്ക് പറഞ്ഞു എന്നായിരുന്നു വിശദീകരണം. അതേ തുടർന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാർക്സും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവും ആർഷയെ തള്ളി പറഞ്ഞു. ആരെയും തല്ലുന്നത് CPM-ന്റെയോ SFIയുടെയോ ശൈലിയല്ല. TP ശ്രീനിവാസനെ തല്ലിയത് അംഗീകരിക്കാനാവില്ല എന്ന് ഇരുവരും പറഞ്ഞതാ. അപ്പൊ നമ്മൾ വിചാരിച്ചു പാർട്ടി സെക്രട്ടറി പറഞ്ഞതല്ലേ, മന്ത്രി പറഞ്ഞതല്ലേ, അതായിരിക്കും അവസാന വാക്ക് എന്നാണ് നമ്മൾ കരുതിയത്. ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞപ്പോൾ SFIയുടെ ദേശീയ പ്രസിഡന്റ് VP സാനു ആർഷോയെ പിന്തുണച്ചുകൊണ്ട്, അതായത് TP ശ്രീനിവാസനെ തല്ലിയതിനെ ന്യായീകരിച്ച ആർഷോയുടെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാ. അദ്ദേഹം പറഞ്ഞത് SFI പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടില്ലേ എന്ന് TP ശ്രീനിവാസൻ പറഞ്ഞു. അപ്പോഴാണ് അന്നത്തെ ഒരു ജില്ലാ നേതാവ് അദ്ദേഹത്തെ തല്ലിയതെന്ന. TP ശ്രീനിവാസൻ ഒറ്റയ്ക്ക് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തേക്ക്, അതായത് ആഗോള വിദ്യാഭ്യാസ സംഗമം നടക്കുന്ന വേദിയിലേക്ക് അതിൽ പങ്കെടുക്കാൻ ചെന്നത് അദ്ദേഹം. അവിടേക്ക് നടന്നു പോകാം ഒറ്റയ്ക്ക്. പോലീസുകാരാണ് പറഞ്ഞ് ഇതുവഴി പോകാം, കുഴപ്പമില്ല, നേരത്തെ വന്ന ആളുകൾ ഇതുവഴിയാണ് പോയതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോവുകയാ. അപ്പൊ അവിടെ വെച്ച് SFI പട്ടികൾ കുരയ്ക്കുന്നത് കേട്ടില്ലേ എന്ന് അദ്ദേഹം ആരോട് പറഞ്ഞെന്ന്. എന്താണ് ഈ സാനു പറയുന്നത്? സാനു സഖാവ്, നമ്മൾ വിചാരിച്ചിരുന്നത് ആർഷോയെ വെല്ലുന്ന ഒരു നേതാവ് SFIയിൽ ഇല്ലെന്ന. പക്ഷേ സാനു സഖാവ് അത് തിരുത്തിയിരിക്കുന്നു. അമ്പടാ കേമ സാനുക്കുട്ട. പക്ഷെ ഒരു കാര്യം ഇതിൽ നിന്നൊക്കെ വ്യക്തമാകട്ടോ, SFI ശരിയാവാൻ പോകുന്നില്ല, നന്നാകാൻ പോകുന്നില്ല. ഇടതുമുന്നണിയിൽ ഇനിയും തീരുമാനമാകാത്ത ചില വിഷയങ്ങളുണ്ട്. മദ്യനയം, അതിൽ കുറെ കൂടെ വ്യക്തത വേണം എന്ന് CPI-യും മറ്റും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അത് വിശദമായ ചർച്ചയ്ക്ക് വെച്ചിരിക്കുക. എന്തിനാ വിശദമായ ചർച്ച? എന്ത് വ്യക്തതയാണ് കൈവരാനുള്ളത്? അത് CPM ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും അതൊരു സർക്കുലർ വഴി CPI അടക്കമുള്ള ഘടകന്മാരെ അറിയിക്കുകയും ചെയ്യും. അല്ലാതെ അതിന്റെ പേരിൽ ഇനിയും ആലോചിച്ചും ചിന്തിച്ചും മനസ്സ് പുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് അവർ ചെയ്തോളും. കൺവീനർ TP രാമകൃഷ്ണനും സ്റ്റെനോഗ്രാഫറും ചേർന്ന് ഒരു സർക്കുലർ തയ്യാറാക്കി അയച്ചു തരും. അപ്പൊ കാര്യങ്ങൾ കണ്ടാൽ മതി, അത് മതി, പിള്ളേർക്ക് അത് മതി.